ഹായ് ഓൾ, വെൽക്കം ടു റെസിപ്പി ട്രൈ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബനാന ഓട്സ് സ്മൂത്തിയാണ്. നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഷുഗർ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇനി ഇതിലേക്ക് ഒരു ബനാന ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓട്സ്, കാഷ്നട്ട് പൗഡർ 2 ടേബിൾ സ്പൂൺ, കുറച്ച് ഐസ് ക്യൂബ്സ്, 1 കപ്പ് മിൽക്ക്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർക്കാം. 1 കപ്പ് മിൽക്ക് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ബനാന വെയിറ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ, ഷുഗറൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് വളരെ നല്ല ഒന്നാണിത്. അതേപോലെ തന്നെ കാഷ്നട്ടിനകത്ത് ഷുഗർ കുറവും ഫൈബർ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒന്നാണിത്. മിൽക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സമീകൃത ആഹാരമാണല്ലോ. അപ്പോൾ ഷുഗർ വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയം പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.